നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ബീഫ് നമ്മളെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പച്ചമുളകൊക്കെ അരച്ച് ചേർത്തിട്ട് ഈ ബീഫ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ട സാധനങ്ങൾ പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 12 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളിയുടെ അത്രേ തന്നെ ചുവന്നുള്ളി എടുക്കുക. പിന്നെ കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക. പിന്നെ വേപ്പിൻ്റെ ഇല. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങനീര് എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ നാരങ്ങനീര് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ബീഫിൽ പരട്ടിയിട്ട് ഒരു മണിക്കൂർ നമ്മൾ ബീഫിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ മസാലകളെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ജാറിലേക്ക് ആദ്യം തന്നെ കുരുമുളക് ഇടുക, ഇഞ്ചി ചേർക്കുക, കുറച്ച് ചെറിയ പീസായിട്ടിടുക, പച്ചമുളക് ചേർക്കുക. ഞാൻ ഉണക്കമുളക് ചേർക്കണില്ല, അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർക്കാം, വേപ്പിൻ്റെ ഇല ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, നാരങ്ങനീര് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുക. നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല അരച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാതെ ബീഫ് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. ബീഫ് എണ്ണയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. ആ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. ആ തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബീഫ് മൂടി വയ്ക്കുക. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ ബീഫ് വേവുമ്പോഴേക്കും ഈ ഗ്രേവിക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. അത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഗ്രേവിക്ക് ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കണ്ട. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഗ്രേവിക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ബീഫിലെ ഗ്രേവിക്ക് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.